Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. ഞാനിവിടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കാറുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. എല്ലാവർക്കും എന്തായാലും ടേസ്റ്റ് ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി. ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇത് 2.5 കിലോ ചിക്കൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. 2.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇതൊന്ന് ചതച്ച് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള ആ ഒരു പേസ്റ്റ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് തൈരാണ്. പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. അതുപോലെ ലൂസാവരുത്, നല്ല കട്ടിയായിട്ടുള്ള, അതിനകത്ത് വെള്ളം കളഞ്ഞിട്ട് എടുക്കണം. വെള്ളമുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തോർത്തിലോ വല്ലതും ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 5 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൈരിന് പുളിയുള്ളതാണെങ്കിൽ നാരങ്ങ ഒഴിവാക്കാം, രണ്ടും കൂടെ വേണ്ട. ഇനി ഇത് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം കുറച്ച് കൂടുതൽ വെക്കുകയാണ്, അളവൊന്നും നോക്കിയിട്ടല്ല. നമുക്ക് റൈസ് ഇതിനകത്തിട്ട് വേവിച്ച് തിളപ്പിച്ച് കോരി മാറ്റാനുള്ളതാണ്. അതാണ് ബിരിയാണിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് വേവിനനുസരിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോ അരിയാണ് എടുക്കുന്നത്, ബസ്മതി റൈസ്. അപ്പോൾ വെള്ളം തിളയ്ക്കാറാകുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കറുവാപ്പട്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പൈസസ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. 1-2 വീതമൊക്കെ മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് വെളിച്ചെണ്ണ ചേർക്കാത്തതാണ് നല്ലത്. ഇനി നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ആ വെള്ളത്തിൽ നിന്ന് വാരി വെച്ചിരുന്നതാണ്. അപ്പോൾ 1 കിലോ അരിയും 2.5 കിലോ ചിക്കനും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 12 തൊട്ട് 15 പേർക്ക് വരെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ അളവാണ് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അരിയും കൂടെ വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗം വേവാകുമ്പോഴേക്കും നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം. കാരണം ഇത് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാക്കി വേവ് അപ്പം കിട്ടിക്കോളും. അപ്പോൾ ഇത് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. നന്നായിട്ട് വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതും. അപ്പോൾ നല്ല വിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് സവോളയും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്ത് കോരാനുള്ളതാണ്. ആ എണ്ണയിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 50 ഗ്രാം വീതം അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം ഒരുമിച്ച് മൂത്ത് കിട്ടും. രണ്ടായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് മൂപ്പിന് നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം അത് കോരി മാറ്റുക. അപ്പോൾ എണ്ണ കുറഞ്ഞു പോകരുത്, കാരണം നമുക്കിത് സവോളയൊക്കെ നന്നായിട്ട് വറുത്ത് കോരി എടുക്കേണ്ടതാണ്. അപ്പോൾ എണ്ണ കുറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എണ്ണ കൂടുതലാണെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ നേരത്ത് കുറച്ചെടുത്ത് മാറ്റിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ആ എണ്ണയിൽ തന്നെ ഞാനൊരു 3 സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടിയിടാം. അത് കഴിഞ്ഞ് മൂത്ത് വരുന്ന സമയത്ത് തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നല്ല ക്രിസ്പി ആയി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ സവോള കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. 3 വലിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചിക്കന് വേണം, അതുപോലെ തന്നെ റൈസിനകത്ത് മിക്സ് ചെയ്യാനും വേണം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ 3 സവോളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം.
ഒത്തിരി അങ്ങ് മൊരിഞ്ഞു വരണ്ട, ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ആ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് വാടി അതിൽ വെന്ത് കലങ്ങി തുടങ്ങണം. ഇപ്പോൾ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എപ്പോഴും മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 തൊട്ട് 1 മണിക്കൂർ വരെ എന്തായാലും വെച്ചിരിക്കണം, എന്നാലാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിത് ഫ്രൈ ചെയ്തല്ല എടുക്കാറുള്ളത്. ഞാനിവിടെ എളുപ്പത്തിന് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാം, പക്ഷെ കുറച്ചുകൂടെ ചിക്കൻ പീസൊക്കെ സോഫ്റ്റായിട്ട് തോന്നുന്നത് എനിക്ക് ഫ്രൈ ചെയ്യാതെ എടുക്കുമ്പോഴാണ്. പിന്നെ ടേസ്റ്റാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് നമുക്ക് എളുപ്പ വഴിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാറില്ല, ഇങ്ങനെ തന്നെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചൂടിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ച് ചിക്കൻ വേകുന്നവരെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയില്ലേ, അതിൽ നിന്ന് ഒരു പിടി സവോള എടുത്ത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഉള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ സവോളയും ചേർത്ത് അതുപോലെ തന്നെ ഓരോ പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റിച്ച് ഈ സവോളയുടെ എല്ലാം ടേസ്റ്റ് അതിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. തീരെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്, നമ്മുടെ മസാലയൊക്കെ റൈസിലേക്കും കൂടെ പിടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പൈനാപ്പിൾ എസൻസും അതുപോലെ തന്നെ ഞാൻ പൈനാപ്പിളും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരല്പം പാലെടുത്ത് അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തെടുത്താൽ മതിയാവും. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കളർ ചേർത്തുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഒരു പഴയ ഇരുമ്പിൻ്റെ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രം വെച്ച് കൊടുക്കുക. എനിക്ക് ചെറിയ ബിരിയാണിയുടെ ചെമ്പ് പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ആദ്യം ഒരു ലെയർ ഞാൻ ചിക്കനാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ 2 ലെയർ വീതമാണ് ചിക്കനും റൈസും വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ചിക്കൻ വെച്ചു, അതിൻ്റെ പുറത്തേക്ക് റൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പുറത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കാരണം ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് വേണം കൂടുതൽ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റോസ് വാട്ടറും കളറും എല്ലാം കൂടെ ഉള്ള ആ ഒരു മിക്സില്ലേ, അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുതായിട്ടരിഞ്ഞ പൈനാപ്പിൾ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ബിരിയാണിയിൽ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പൈനാപ്പിളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ആവശ്യത്തിന് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുക്കാം. കൂടുതലും മല്ലിയിലയും പുതിനയിലയും ചേർക്കണം. അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വന്നാലേ ബിരിയാണിക്ക് കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. ആദ്യം ചിക്കൻ വെച്ചു, പിന്നെ നമുക്ക് റൈസ് ഇട്ട് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടണം. അതിന് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് മാവോ മൈദയൊക്കെ കുഴച്ച് സൈഡിൽ അടപ്പിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കണം. അത് ഭയങ്കര മെനക്കേടാണ്. ഈ അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ദം ചെയ്യാനായിട്ട്. അപ്പോൾ അത് എന്തായാലും ഉള്ളത് നന്നായിരിക്കും.
അപ്പോൾ ഇതുപോലെ 2 ലെയർ ഇട്ട് കറക്റ്റായിട്ട് മൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഒരടപ്പും കൂടെ വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ തന്നെ ആവിയൊന്നും പോകാതെ കറക്റ്റായിട്ട് കിട്ടും. എങ്കിലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വെയിറ്റും കൂടെ വെക്കാറുണ്ട്. ഒരു ഇടിക്കുന്ന കല്ലില്ലേ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല്, അതാണ് ഞാൻ എടുത്ത് കമത്തി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വെയിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ആവി പോകാതെ നല്ല സേഫായിട്ടിരിക്കും. അപ്പോൾ ആദ്യം ഒരു 1 മിനിറ്റ് തീ കൂട്ടി വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20-25 മിനിറ്റ് അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിലിരുന്നത് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ റൈസും നന്നായിട്ട് കുക്കായി എല്ലാ ഫ്ലേവറും കറക്റ്റായി ദമ്മായി കിട്ടും. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതങ്ങ് തുറക്കുമ്പോഴേക്കും നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, റൈസൊക്കെ കണ്ടാൽ നല്ല പാകത്തിന് വെന്ത് വിട്ട് ആണ് വരുന്നത്. ഈ ഒരു പരുവത്തിന് എടുത്താലേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ബിരിയാണി നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് വേവിന് നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല സാലഡോ അച്ചാറോ പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Thank you.